വെടിനിർത്തലിന് പിന്നാലെ ഗസയിലേക്ക് അടിയന്തര സഹായം പ്രഖ്യാപിച്ചു ഖത്തർ. ഗസ മുനമ്പിലെ ഇന്ധന ആവശ്യങ്ങൾക്കായി പ്രതിദിനം 12.5 ലക്ഷം ലിറ്റർ ഇന്ധനം എത്തിക്കും. ആദ്യ 10 ദിവസങ്ങളിൽ 1.25 കോടി ലിറ്ററാണ് ലഭ്യമാക്കുക. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ നിർദ്ദേശപ്രകാരം ഇന്നു മുതൽ ഇന്ധന വിതരണം തുടങ്ങി. കരീം സലീം ക്രോസിംഗ് വഴി 25 ട്രക്കുകളിലാണ് ഇന്ന് ഇന്ധനം എത്തിച്ചത്. വിവരങ്ങളുമായി ഫൈസൽ ഹംസ ചേരുന്നു. ഫൈസൽ, കൂടുതൽ വിവരങ്ങൾ. ഗസയിൽ ഇസ്രായേൽ നടത്തിയ നരനായാട്ടും അതോടൊപ്പം തന്നെ ഗസയിലെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളെയും തകർത്തുകൊണ്ടാണ് കഴിഞ്ഞ 15 മാസമായി യുദ്ധം ഇസ്രായേൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിനാൽ തന്നെ ഗസയിലെ എല്ലാവിധ ഇന്ധന ആവശ്യങ്ങളും നമുക്കറിയാം. ആശുപത്രികളായാലും അതോടൊപ്പം തന്നെ പാർപ്പിടങ്ങളായാലും എല്ലാ കേന്ദ്രങ്ങളും കടുത്ത ഇന്ധനക്ഷാമമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഞായറാഴ്ച, അതായത് ഇന്നലെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടുകൂടി ഗസയിലേക്ക് അടിയന്തരമായ സഹായം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രതിദിനം 12.5 ലക്ഷം ഇന്ധനം അടിയന്തരമായി എത്തിക്കുക എന്നുള്ളതാണ് ഖത്തറിന്റെ ലക്ഷ്യം. മാത്രമല്ല, ആ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ അത് പ്രാവർത്തികമാക്കാനും ഖത്തറിന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ 25 ട്രക്കുകളിലായി ഏതാണ്ട് 12.5 ലക്ഷത്തോളം ലിറ്റർ ഇന്ധനം എത്തിച്ചു കഴിഞ്ഞു. ഈ ഇന്ധനം എത്തിച്ചിട്ടുള്ളത് പ്രധാനമായും ആശുപത്രികളിൽ, അതോടൊപ്പം തന്നെ അഭയാർത്ഥി കേന്ദ്രങ്ങൾ, പാർപ്പിടങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ്. ഇവിടെ വൈദ്യുതി എത്തിക്കുന്നതിനുള്ള, വൈദ്യുതി നിർമ്മിക്കുന്നതിനുള്ള ഇന്ധനം എന്ന നിലയ്ക്കാണ് അടിയന്തരമായി ഈ സഹായം ലഭ്യമാക്കിയിട്ടുള്ളത്. വെടിനിർത്തലിന്റെ ആദ്യ 10 ദിനങ്ങളിൽ ഈ സഹായം തുടരും എന്നാണ് ഖത്തർ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 1.25 കോടി ലിറ്റർ ഇന്ധനമാണ് ഖത്തർ ഗസയിലേക്ക് ഏറ്റവും അടിയന്തരമായി എത്തിക്കുന്നത്. ഗസയ്ക്കും അതോടൊപ്പം തന്നെ ഈജിപ്തിനും ഇടയിലുള്ള കരീം സലീം ക്രോസിംഗ് വഴിയാണ് ഈ ഇന്ധന നീക്കം ഇന്ന് തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും ഏറ്റവും അത്യാവശ്യം ഗസയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഭക്ഷണവും അതോടൊപ്പം തന്നെ മറ്റാവശ്യങ്ങൾക്കൊപ്പം തന്നെ ഇന്ധനം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും ആശുപത്രികളെല്ലാം കടുത്ത ഇന്ധനക്ഷാമം നേരിടുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതാണ്. ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നതിനാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഇപ്പോൾ അടിയന്തര ഇടപെടൽ നടത്തിയിരിക്കുന്നതും ഗസയ്ക്ക് സഹായമെത്തിക്കുന്നതും. ഗസയ്ക്ക് അടിയന്തര സഹായവുമായി ഖത്തർ ഇന്ധനം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ എത്തിച്ചു തുടങ്ങി. വിവരങ്ങൾ നൽകിയത് ഫൈസലാണ്.